പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ 16 ദിവസം ഇതുപോലെ മനുഷ്യർക്കൊപ്പമായിരുന്നു. മനുഷ്യർക്കൊപ്പം എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുൽത്താൻ, ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഇസ്സത്ത് ആഗോളതലത്തിലേക്ക് ഉയർത്തിയ മഹാഗുരു കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയോടൊപ്പമായിരുന്നു. കഴിഞ്ഞ ജനുവരി 1 പുതുവർഷ പുലരിയിൽ ഉള്ളാൾ ദർഗ സിയാറത്തോടുകൂടി തുടങ്ങിയ അസുലഭമായ യാത്ര ഈ 16 ദിവസങ്ങൾ എങ്ങനെ കടന്നുപോയി എന്ന് ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയില്ല. കാരണം അത്രയും അനുഭവവേദ്യമായിരുന്നു ഈ ദിവസങ്ങൾ. എത്ര സന്തോഷത്തോടുകൂടി കഴിഞ്ഞുപോയ 16 ദിനങ്ങൾ. ആ ദിനങ്ങൾ അവസാനിക്കുകയാണ്. ഇന്ന് കാന്തപുരം ഉസ്താദ് നയിക്കുന്ന 3ാമത്തെ കേരള യാത്ര ഈ പുത്തരിക്കണ്ടം മൈതാനത്തെ ജനസാഗരമാക്കി തൽക്കാലത്തേക്ക് അവസാനിക്കുകയാണ്. പക്ഷേ കേരള യാത്ര പൂർണ്ണമായിട്ടും അവസാനിക്കുന്നില്ല. കേരള യാത്ര മുന്നോട്ട് വെച്ച കുറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കകത്ത് തുടർ നടപടികൾ ഉണ്ടാകും. സർക്കാരിന്റെ മുന്നിൽ നിന്ന് ഒരു മെമ്മോറാണ്ടം വെച്ചിട്ടുണ്ട്. ആ മെമ്മോറാണ്ടത്തിന് തുടർന്ന് ഫോളോ അപ്പ് ഉണ്ടാകും. ഈ കാര്യങ്ങളൊക്കെ സിറാജിന് ലൈവിന് നൽകിയ അഭിമുഖങ്ങളിൽ നേതാക്കളും ഇന്ന് വേദിയിലുമൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ 16 ദിവസങ്ങൾ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത 16 ദിവസങ്ങളാണ്. കാരണം നല്ല മനുഷ്യരോടൊപ്പമുള്ള യാത്രകൾ, ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു. 3ാമത്തെ കേരള യാത്ര ഒരുപാട് വളർന്നിരുന്നു. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെയുള്ള സംഘാടന മികവ്, ആകെ മൊത്തം സംഘാടന മികവിന്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായി മാറിയിരുന്നു കേരള യാത്ര. ഈ 14 ജില്ലകളിലും നീലഗിരിയിലും 2 സംഘടനാ ജില്ലകളിലും ഒക്കെ അങ്ങനെ 17 കേന്ദ്രങ്ങളിലെ സ്വീകരണം. ആ സ്വീകരണങ്ങൾക്കെല്ലാം ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും എല്ലാത്തിനും നിയതമായ രൂപമുണ്ടായിരുന്നു. എവിടെയും ഒരു തടസ്സം നേരിട്ടിട്ടില്ല. എത്ര മനുഷ്യർക്കിടയിലൂടെയാണ് കാന്തപുരം ഉസ്താദ് ദിവസങ്ങളിൽ കടന്നുപോയത്. ഓരോ വേദികളിലും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. തിരൂരിലും അരീക്കോടും അതുപോലെ തന്നെ കൊല്ലത്തും കണ്ണൂരിലും കാസർഗോഡും ഒക്കെ നമ്മൾ കണ്ട ജനാവലി ഉണ്ടല്ലോ. മനുഷ്യർക്കൊപ്പം എന്ന് ഉസ്താദ് പ്രഖ്യാപിച്ച ആ വാക്യത്തെ, ആ മുദ്രാവാക്യത്തെ നെഞ്ചേറ്റി വന്ന മനുഷ്യരാണ്. കാരണം ഉസ്താദിന് അത് പറയാൻ അർഹതയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാനുഷികമായ 1, 2, 3, 4 കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ഉസ്താദിന് ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരുടെ ജീവൻ അസ്തമിക്കാനായി എന്ന് തോന്നിയ ഘട്ടത്തിൽ ഉസ്താദിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. നിമിഷപ്രിയ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഈ വേദികളുടെ പ്രത്യേകത, ഈ 14 ജില്ലകളിലും 17 സ്വീകരണ കേന്ദ്രങ്ങളിലും ഞങ്ങൾ കണ്ട കാഴ്ച ഒരുമയുടെ ഒരു ഉത്സവമായിരുന്നു. ഒരുമയുടെ ഒരു പരിപാടിയായിരുന്നു ഇത്. ഇവിടെ ആരും വേറിട്ട് നിന്നിട്ടില്ല. രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി ഭേദമന്യേ, ഏതെങ്കിലും കാരണം പറഞ്ഞ് ആരും വിട്ടുനിന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു കാലത്ത് ഈ സംഘടനയോട് ദൂരം പ്രഖ്യാപിച്ചിരുന്ന പലരും, ഐത്തം പ്രഖ്യാപിച്ചിരുന്ന പലരും റോഡാന്തരങ്ങളിൽ നിന്ന് ഉസ്താദിന് സല്യൂട്ട് ചെയ്യുന്ന, ഉസ്താദിനെ കൊടിവീശി കാണിച്ച് അഭിവാദ്യം അർപ്പിക്കുന്ന അസുലഭമായ കാഴ്ചകൾ ഈ യാത്ര ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തരെയും 140ഓളം വരുന്ന ഈ കേരള യാത്രാ കുടുംബം അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഈ കേരള യാത്രാ കുടുംബത്തോടൊപ്പം കഴിഞ്ഞ 16 ദിവസങ്ങൾ അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഓരോ ദിവസവും ഒരുപാട് പുതുമകളാണ് അവർ സമ്മാനിച്ചത്. അതേപോലെ തന്നെ സംഘടനാ നേതാക്കൾ, കാന്തപുരം ഉസ്താദും ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും അടക്കമുള്ള വലിയ നേതാക്കളുടെ സ്നേഹം ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയ ദിവസങ്ങളാണ് കടന്നുപോയത്. കാരണം നമ്മൾ സിറാജ് ലൈവിന്റെ ഓരോ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറയുമ്പോൾ വളരെ ആവേശത്തോടും സന്തോഷത്തോടും കൂടി ഞങ്ങളോട് സഹകരിച്ചവർ. ഇന്നലെ കേരള യാത്രയുടെ റാലി മനുഷ്യ സാഗരത്തിന് നടുവിലൂടെ പോകുമ്പോഴാണ് 3 നേതാക്കളും നമ്മളോട് സംസാരിച്ചത്. അവർക്കൊക്കെ ഞങ്ങളോട് വലിയ കാരുണ്യവും സ്നേഹവുമായിരുന്നു. ആ സ്നേഹമൊക്കെ അനുഭവിക്കാൻ പറ്റിയ നല്ല നാളുകളാണ് കടന്നു പോകുന്നത്. മാത്രമല്ല, കേരള യാത്രയെ വേറിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ രാഷ്ട്രീയ കക്ഷികളും പങ്കെടുത്തു. ആരും മാറി നിന്നില്ല എന്ന് മാത്രമല്ല, കേരള യാത്ര ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തപ്പെടുന്നത് ഈ ഐക്യത്തിന്റെ പേരിലാകും. കണ്ടാൽ മിണ്ടാത്തവർ, ഒരു വേദിയിരുന്നാൽ പരസ്പരം സംസാരിക്കാത്തവർ, രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറഞ്ഞ് പരസ്പരം സ്പർദ്ധ കൂടുന്നവർ എല്ലാവരും ഒരേ വേദിയിൽ ഒന്നിച്ചിരുന്നു. ഇന്ന് ഈ സമാപന വേദിയിൽ നമ്മൾ കണ്ടു, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു. ഇത് കേരളത്തിന് മുന്നിലേക്ക് ഉസ്താദ് വെച്ചത് ഇത് തന്നെയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന ചിന്ത, നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന ബോധ്യം അത് നമുക്കുണ്ടാവണമെന്നതാണ് ഉസ്താദ് പലയിടങ്ങളിലും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. നല്ല മനുഷ്യർക്കൊപ്പമാണ്
ആവശ്യമാണ് എന്ന്. അതെ, നല്ല മനുഷ്യർ എവിടെയുണ്ടോ അവിടെയൊക്കെ ഉസ്താദ് ഉണ്ടാകും. അശരണർക്ക്, പാവപ്പെട്ടവർക്ക്, വേദന അനുഭവിക്കുന്നവർക്ക് അവർ കേരളത്തിലുള്ളവരാവണമെന്നില്ല, അവർ ഇന്ത്യയിലുള്ളവരാവണമെന്നില്ല, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവരോടൊപ്പം ഉസ്താദ് ഉണ്ടാകും. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇന്നിവിടെ പ്രഖ്യാപിച്ച റിഫായി പദ്ധതി ഉണ്ടല്ലോ, ആ പ്രൊജക്ട് ഓട്ടിസം ബാധിച്ച 1000 കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുന്ന ICF-ന്റെ പദ്ധതിയാണ്. കാന്തപുരം ഉസ്താദ് വളർത്തിയെടുത്ത ICF-ന്റെ പദ്ധതിയാണ്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും മനുഷ്യർക്കൊപ്പം നിന്നതിന്റെ ചരിത്രം, അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും കേരളയാത്ര മുന്നോട്ട് വെച്ച വിഷയങ്ങൾ, ഓരോ ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പറഞ്ഞ് വാചകമടിച്ച് മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു വാർത്താ സമ്മേളനം ഈ 17 ദിവസമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. എല്ലാ വാർത്താ സമ്മേളനങ്ങൾക്കും കൃത്യമായ ആശയം ഉണ്ടായിരുന്നു. അവിടെ പറയാൻ ആ ജില്ലയിലുള്ള കൃത്യമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ വിഷയവും അങ്ങനെ ചർച്ചയായി. മലപ്പുറത്തെത്തിയപ്പോ മലപ്പുറം ജില്ല പുനഃക്രമീകരിക്കണമെന്നാണ് പറഞ്ഞത്. കാലങ്ങളായിട്ടുള്ള ആവശ്യമാണത്. കാരണം മലപ്പുറം ജില്ല അതിവിശാലമായ ജനസാന്ദ്രത കൂടിയ ഒരു ജില്ലയാണ്. അവിടേക്ക് മറ്റു പല ജില്ലകൾക്കും പല ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ മലപ്പുറം ജില്ലക്ക് അത് കിട്ടുന്നില്ല. മലപ്പുറം ജില്ല വിഭജിക്കണം എന്നല്ല നേതാക്കൾ പറഞ്ഞത്, ജില്ല പുനഃക്രമീകരിക്കണം എന്നാണ്. സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പുനഃക്രമീകരിക്കണം എന്നാണ്. പക്ഷെ അതിനെ വർഗീയ അജണ്ടയാക്കാൻ ചിലർ ശ്രമിച്ചു. പക്ഷെ അത് എവിടെയും എത്തിയില്ല, ആരും ഏറ്റെടുത്തില്ല. കാരണം ഉസ്താദ് മുന്നോട്ട് വെക്കുന്ന ഓരോന്നും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഈ സമൂഹത്തിന് ബോധ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോ അങ്ങനെ ഓരോന്നുകൊണ്ടും വ്യത്യസ്തമായിരുന്നു ഈ പരിപാടികൾ. മാത്രവുമല്ല, സംഘ കുടുംബത്തിന്റെ സന്തോഷം മനസ്സിലാക്കിയ, സംഘ കുടുംബത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു. ഞങ്ങൾക്ക് ഓരോ ദിവസവും ഈ 140 അംഗങ്ങൾക്കുള്ള താമസം, പലപ്പോഴും അത് പല സ്ഥാപനങ്ങളിലുമായിരുന്നു താമസം ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ പോകുമ്പോൾ അവരൊക്കെ നൽകിയ സ്നേഹം, അതിനൊന്നും എത്ര വാക്കുകൾ കൊണ്ട് മറുപടി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. മാദീൻ അക്കാദമി, അതുപോലെ തന്നെ പൂനൂർ മർക്കസ് ഗാർഡൻ, മർക്കസ് നോളജ് സിറ്റി, കൊളത്തൂർ ഇർഷാദിയ, കൊല്ലം കാദസിയ, ആ പട്ടിക നീളുകയാണ്. ഒരുപാട് സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അവിടെയൊക്കെ സ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ അനുഭവങ്ങളാണ് കണ്ടത്. അതെ, വലിയൊരു സ്നേഹലോകത്തായിരുന്നു ഞങ്ങൾ ഈ 16 ദിവസം. ഈ ദിവസം കൊഴിഞ്ഞു പോകുമ്പോൾ വലിയ സങ്കടമുണ്ട്. കാരണം നമ്മൾ മനുഷ്യർക്കൊപ്പം ജീവിച്ച, കുറെ വിഷയങ്ങൾ മനസ്സിലാക്കിയ, കുറെ പാഠങ്ങൾ പഠിച്ച, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നത് നാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും കേരളയാത്ര സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേരളയാത്ര അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഒരിക്കലും കേരളയാത്രയുടെ മെറിറ്റ്, കേരളയാത്രയുടെ മാർക്ക് അതൊട്ടും കുറയുന്നില്ല എന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും. പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്, നിങ്ങൾ നൽകിയ സ്നേഹമുണ്ട്. സിറാജ് ലൈവിനെ നിങ്ങൾ നെഞ്ചേറ്റുകയായിരുന്നു ഈ ദിവസങ്ങളിൽ. ഞങ്ങൾ ഓരോ വേദിയിലെത്തുമ്പോഴും ഓരോ ജില്ലയിലെത്തുമ്പോഴും നിങ്ങൾ ഓടി വന്ന് ഞങ്ങളോടൊപ്പം നിന്നു. നിങ്ങൾ ഓടി വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ആ പ്രോത്സാഹനങ്ങളായിരുന്നു ഞങ്ങൾക്ക് കരുത്ത്. എത്ര ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിൽ പോലും ആ ലൈവ് മുടക്കാതെ ഈ 17 സ്വീകരണ കേന്ദ്രങ്ങളിലെയും ഒരണുമണിത്തൂക്കം വിടാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം നിങ്ങൾ പ്രേക്ഷകർ തന്ന സ്നേഹം തന്നെയാണ്. ആ സ്നേഹം ഇനിയും സിറാജ് ലൈവിനൊപ്പം ഉണ്ടാകണം. നിങ്ങൾ ഓരോരുത്തരും സിറാജ് ലൈവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ സിറാജ് ലൈവിന്റെ പേജുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമുക്കിതൊരു വലിയ മുന്നേറ്റമാക്കി എടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവുകളിലൊക്കെ പറഞ്ഞു, 75 ലക്ഷത്തിലധികം കാഴ്ചക്കാരാണ് കേരളയാത്രാ വാർത്തകൾക്ക് മാത്രം സിറാജ് ലൈവിന് ലഭിച്ചത്. യൂട്യൂബിൽ മാത്രം 1 ലക്ഷം മണിക്കൂറിലധികം വാച്ച് ടൈം. നമ്മൾ ഓരോ വാർത്ത അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് വൈറലാകുന്നു. നിങ്ങളാണ് ഈ കേരളയാത്രയെ വിജയിപ്പിച്ചത്. ഞങ്ങൾ വാർത്തകൾ നൽകുവാൻ മാത്രമേ കഴിയൂ. അതിനെ പ്രചരിപ്പിച്ചതും വൈറലാക്കിയതും ഈ കേരളയാത്രയിലേക്ക്, ഈ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് ഒഴുകിയെത്തിയ ജനസാഗരമുണ്ടല്ലോ, ജനലക്ഷങ്ങളുണ്ടല്ലോ, അവരെ ഉൾക്കൊള്ളാൻ ഈ തിരുവനന്തപുരം നഗരത്തിന് സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പ്രയാണമാണ്. സംസ്ഥാനത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ആയിരക്കണക്കിന്, 10,000-കണക്കിന് മനുഷ്യർ ഈ പുത്തരിക്കണ്ടത്തേക്ക് ഒഴുകുകയായിരുന്നു പ്രിയപ്പെട്ട ഉസ്താദിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി. ഉസ്താദ് ഇന്ന് എന്തൊരാവേശത്തോടെയാണ് ഈ സദസ്സിനെ നോക്കിക്കണ്ടത്, എത്ര ആവേശത്തോടെയാണ് സംസാരിച്ചത്. അതെ, കേരളയാത്ര ചരിത്രമായിരിക്കുന്നു. തങ്കലിപികളിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നു. ആ യാത്രയിൽ നിങ്ങളോടൊപ്പം ഈ 16 ദിവസം നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറയാം. ഉസ്താദ് മുന്നോട്ട് വെച്ച മനുഷ്യൻ എന്ന മുദ്രാവാക്യമുണ്ടല്ലോ, നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന ബോധ്യമുണ്ടല്ലോ, അത് ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. എവിടെ മനുഷ്യരുണ്ടോ, നല്ല മനുഷ്യർ എവിടെയുണ്ടോ അവരൊക്കെ ഒരുമിച്ച് നിൽക്കുക എന്നത് പ്രധാനമാണ്. അങ്ങനെയാണ് കേരളയാത്ര ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെയാവട്ടെ കേരളയാത്ര അടയാളപ്പെടുത്തുന്നത്. അപ്പോ ഈ 16 ദിവസം നിങ്ങൾ നൽകിയ സ്നേഹം
സ്നേഹം ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കൊപ്പം സജീവമായി ഞങ്ങൾ ഉണ്ടാകും. അപ്പോ എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങളോടൊപ്പം പങ്കിട്ടുകൊണ്ട് സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ശിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീർ. ലോകത്തെവിടെ നിന്നും നീറ്റ് JEE എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം. ക്രിസാലിസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ക്രിസാലിസ് ഇനി നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ വിരൽത്തുമ്പിൽ. കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡഡ് ക്ലാസുകൾ, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്കപ്പ് എക്സാം. ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി. ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ്. നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലിസിനൊപ്പം ആവട്ടെ. Chrysalis Learning App. Your quest for excellence ends here. Contact 8086 55 1999. waytonikah.com, the exclusive Muslim matrimonial site.